വാലന്റൈൻസ് ഡേ ആയിട്ടേ എന്താ പരിപാടി? സിംഗിൾ പോസ്റ്റ് ഇട്ടിട്ട് ഹീറോ കളിച്ചിരിക്കുകയാണോ? അതോ പുൽവാമ അറ്റാക്കിൻ്റെ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ ഭയങ്കര രാജ്യസ്നേഹിയാണെന്ന് 10 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വ്യൂ നോക്കിയിരിക്കുകയാണോ? എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തിനേയും പ്രണയം എന്ന് വിളിക്കാം. അത് ചിലർക്ക് ഒരു മനുഷ്യനാവാം, അല്ലെങ്കിൽ ഒരു മൃഗമാവാം, ഒരു വസ്തുവാകാം, ഒരു ഇടമാകാം, ഒരു സ്ഥലമാവാം, ഒരു പുസ്തകമാവാം, ഒരു പൂവാകാം, ഒരു വണ്ടിയാകാം. അങ്ങനെ നമ്മളെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന, നമ്മൾ തോറ്റുപോകുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ നമ്മളെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന എന്തിനേയും പ്രണയം എന്ന് തന്നെ വിളിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കാം നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളായിരിക്കാം. അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ പ്രണയം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇല്ലേ നമ്മളുടേതായ ഒരു വാലന്റൈൻ? ഉണ്ടില്ലേ? അപ്പോൾ മടിച്ചു നിൽക്കേണ്ട, പോയിട്ട് വിഷ് ചെയ്തോളൂ. ഇനി അല്ല, എനിക്ക് അങ്ങനെ ഒരാളില്ല, ഒരു സ്ഥലമില്ല, ഒരിടമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നേരെ പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സ്വന്തമായിട്ടൊന്ന് നോക്കിയേ. നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മളെ തന്നെയല്ലേ? അപ്പോൾ സ്വന്തമായിട്ട് ഒരു വിഷ് അങ്ങോട്ട് ചെയ്തേക്കുക. ഹാപ്പി വാലന്റൈൻസ് ഡേ. അതും പോരെങ്കിലേ ഒരു ചോക്ലേറ്റ് എടുത്ത് അങ്ങോട്ട് കഴിച്ചേക്കുക. അപ്പോൾ കുറച്ച് ആശ്വാസവും സന്തോഷവും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ലോകത്ത് എല്ലാവർക്കും ഒരു വാലന്റൈൻ ഉണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ. അതെല്ലായ്പ്പോഴും ഒരു മനുഷ്യനാവണം എന്നൊന്നുമില്ല, അതെന്തുമാവാം, നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തും. ഹാപ്പി വാലന്റൈൻസ് ഡേ. ടാറ്റാ.